ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ചെറുപുഴ ചൂരൽ അടുത്തുള്ള ഹരിതീർത്ഥക്കര എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത് സൂസിയാണ്, ബിജീഷ്. അവനാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണിക്കേണ്ടത്. അവൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമുണ്ട്, നമുക്കൊരു ദിവസം പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മളിന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത് കാണാനായിട്ട്. കുറച്ച് ലേറ്റായിപ്പോയി എങ്കിലും വെട്ടം വാങ്ങി തന്നെ നമുക്ക് പോകാം. നമുക്ക് ഈ വെള്ളച്ചാട്ടം കണ്ടുവരാം. ഓക്കെ, ഇതവൻ നടപ്പുണ്ട്, ഇതാണ് വഴി. സസേ ഒരു ഹായ് കൊടുത്തടാ. അപ്പോൾ വാവ്, നോക്ക്, ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട്, കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്യാമറയ്ക്ക് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. ഉണ്ടോ, കുറച്ച് നടന്ന് കയറി വരാണ്ട്, റോട്ടിൽ നിന്ന് കുറച്ച് നടന്ന് കയറി വരാണ്ട്. എനിക്ക് വഴി അറിയത്തില്ല, അപ്പോൾ നമുക്ക് അവൻ്റെ പുറകെ പോവാം. വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഹരിതീർത്ഥക്കര എന്നാണ് കേട്ടോ. വാവ്, ഇതൊരു പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു വെള്ളച്ചാട്ടം പോലെ കാണുന്നുണ്ട്. ഇനി അതാണോ ഇത് എന്നെനിക്കറിയത്തില്ല. ഒത്തിരി പിള്ളേർ കുളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണോടാ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം മുകളിലേക്ക് പോകാൻ കാണിക്കുന്നുണ്ട്. നോ പാർക്കിംഗ് ഏരിയ. യെസ്, അപ്പോൾ ഈ കാണുന്നതാണ് ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. ഇത് കുറച്ച് മുകളിൽ നിന്നുള്ള വിഷനാണ്. നമുക്ക് അടുത്തേക്ക് ചെന്ന് വൃത്തിക്ക് കാണാം കേട്ടോ. ഇത് ചൂരൽ എന്ന് പറയുന്നത് ചെറുപുഴ പയ്യന്നൂർ ഭാഗത്ത് ചൂരൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടം ഉള്ളത്. വാവ്, കൊള്ളാം കേട്ടോ. ഫ്രണ്ട്സ്, ഒത്തിരി ദൂരം കുറച്ച് നടക്കാനുണ്ട്. ഏകദേശം എനിക്കൊന്ന് ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക്. ഒന്നും അറിയില്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുക. അല്ല, ഞാൻ വണ്ടി വെച്ചിട്ട് ഇവിടെ നടന്നു വന്ന വഴിയാ. എന്തോ അതെ അതെ, ശ്രീനടുവിൽ. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്ക്. അവൻ നടന്ന് ഫ്രണ്ടിൽ പോയി. ഇതൊരു ഫാമാണ് കേട്ടോ. ഇത് വെള്ളച്ചാട്ടത്തിന് അടുത്ത് കാണുന്ന ഒരു ഫാമാണിത്. പശു ഫാമാണ്. ഒത്തിരി പശുക്കളും ആയിട്ടുള്ളൊരു ഫാമാണ് ഈ കാണുന്നത്. അതിൽ കാണുന്നൊരു കുതിര കേട്ടോ. വെള്ളച്ചാട്ടം അടുത്ത് കാണുന്നൊരു കുതിരയാണിത്. വാട്ടർഫാൾസ് കണ്ടോ. ഇവിടെ താറാവിനെ വളർത്തുന്ന ഒരിതാന്ന് തോന്നുന്നു. ഇതുപോലെ കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നു. എടാ വിജീഷേ, എടാ ഇത് കൃത്യം ലൊക്കേഷൻ എന്ന് പറഞ്ഞടാ. ഇങ്ങോട്ട് ചെറുപുഴയിൽ നിന്ന് പയ്യന്നൂർ റൂട്ടിൽ നടുഭാഗം ചൂരൽ ചൂരലിന് ചെറുപുഴ. ഈ വെള്ളച്ചാട്ടം പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തിൻ്റെ ശരിക്കും പേരുന്നത് അരിയിൽ. ഓക്കെ, അരിയിൽ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ കേട്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, ഇവൻ അറിയാവുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ അവനോട് തന്നെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോടാ? ഒന്നുമില്ല, വരുക കുളിക്കാൻ പോവുക. ആണ് ഈ ചായക്കടയ്ക്ക് ഇപ്പോൾ ആക്കിയതാണോ?
യെസ്, ഇവിടെ മുമ്പ് ഇങ്ങനെ ചായക്കട ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത്. ഇതിപ്പം ആൾക്കാർ വരുന്നതുകൊണ്ട് ഇങ്ങനെ ചായക്കട ആക്കിയതാണ്. ഞാൻ വന്നിട്ട് ആണോ? ഇവിടെ ചെറിയ വെജീസോട് വരുമ്പോൾ ചായ കുടിക്കാൻ ചെറിയൊരു അവിടെ ഒരു കല്ല് ഇത് ചായക്കട സെറ്റപ്പൊക്കെ ഉണ്ട്. ഡെവലപ്പായി ഏ ഡെവലപ്പായി ഇങ്ങനെ അല്ലായിരുന്നു മുൻപ്. ഇങ്ങനെ അല്ലായിരുന്നോ? ഇത് ആദ്യം ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 60 വരുന്നത് ആണോ? ആ കാട്ടിൽ കൂടെ നടന്നു. ആ ഹാ, രണ്ടാമത് കാട്ടിക്കൂടെ നടന്നിറങ്ങി വരണോ? രണ്ടാമത് വരുമ്പോൾ അവർ നമ്മൾ വന്ന വഴി കൂടെ താവട്ട് കൃത്യം ഇറങ്ങി വരണം അല്ലേ? മൂന്നാമതായതാണ് ഈ വഴിക്ക് ഇങ്ങനെ അല്ലേ? കേസ് അപ്പം നമ്മൾ വന്ന വെള്ളച്ചാട്ടം ഇതാണ് കേസ്. ഇതാണ് ആ വെള്ളച്ചാട്ടം. ഇതാണ്. കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. സീരിയസ്ലി നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം. അങ്ങനെ വലിയ വാ പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ കുളിക്കാൻ വരുന്നവർ വളരെ സേഫായിട്ട് തന്നെ കുളിക്കുക. വെള്ളച്ചാട്ടമാണ്. ഇത് പുഴയാണോടാ? തോടാണ്. എങ്കിൽ പോലും വെള്ളം എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശ്രദ്ധിക്കുക, വരുന്നവരെല്ലാം സേഫായിട്ട് തന്നെ എൻജോയ് ചെയ്യുക. ഇല്ലില്ല, നല്ല ചാറ്റിലുണ്ട്, നല്ല ചാറിലടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വെള്ളം വീഴുന്നുണ്ട്, നല്ല ശക്തിയോടെ വെള്ളം വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് അതിൻ്റെ ഒരു നനവ് നമുക്ക് ഫീൽ ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനില്ല, എനിക്ക് പേടിയാണ്. കാണുമ്പോൾ ചിലപ്പോൾ തെന്നിയാനും പോയി കഴിഞ്ഞാൽ വയ്യ. അതുകൊണ്ട് ഞാനില്ല. നീ ഇറങ്ങുന്നോടാ? നടക്കുന്നു അതിനിറക്കുന്നില്ല. ചേട്ടന്മാരവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഇതാണ് വൈഡായിട്ട് കിടക്കുമ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം. ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. നമ്മളെന്തായാലും കുളിക്കുന്നില്ല, വെള്ളത്തിലിറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കണ്ട് ആസ്വദിക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. ഇവിടെ വരുന്നവർ സേഫായിട്ട് വരിക, സേഫായിട്ട് കുളിക്കുക, എൻജോയ് ചെയ്യുക, അടിപൊളിയാക്കുക. ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാവർക്കും വരാം. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു, വെട്ടം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ നിന്നിട്ട് കാര്യമില്ല, കാരണം വെട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു, നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. യെസ്, അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ ഇതിലൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കയറി നോക്കാം, വരിക, വരാം, അടിപൊളിയാക്കാം, എൻജോയ് ചെയ്യാം, പോകാം. മോളിൽ നിന്ന് ഇച്ചിരി ഇറങ്ങി വരാനുണ്ട്.